ലോക്സഭയിൽ ഹിന്ദു സമൂഹത്തെ അധിക്ഷേപിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഹിന്ദുക്കൾ അക്രമകാരികളും അസത്യം പറയുന്നവരുമാണെന്ന് രാഹുലിന്റെ പ്രസ്താവനയിൽ സഭയിൽ ബഹളവും ഭരണപക്ഷ പ്രതിഷേധവും. ആത്മാഭിമാനികളായ കോടിക്കണക്കിന് ഹിന്ദുക്കളെ അപമാനിച്ച രാഹുൽ മാപ്പ് പറയണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ചട്ടം ലംഘിച്ച് സംസാരിച്ചതിന് നിരവധി തവണ രാഹുലിനെ സ്പീക്കർ വിമർശിച്ചു. ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെയായിരുന്നു ഹൈന്ദവ സമൂഹത്തെ അപമാനിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ പ്രസ്താവന. ഹിന്ദുക്കൾ അക്രമകാരികളാണെന്നും ഹിന്ദുക്കളാണെന്ന് പറയുന്നവർ മുഴുവൻ സമയവും ഹിംസയും വെറുപ്പും അസത്യവുമാണ് പ്രചരിപ്പിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു. और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा 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 नफरत 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 असत्य सत्य असत्य आप हिंदू हो ही नहीं. രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഭരണപക്ഷം എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ചതോടെ സഭയിൽ ബഹളം ആരംഭിച്ചു. രാഹുലിന്റെ പ്രസ്താവനയെ ഭരണപക്ഷം രൂക്ഷമായി വിമർശിച്ചു. ആത്മാഭിമാനത്തോടെ ഹിന്ദു എന്ന് പറയുന്ന കോടിക്കണക്കിന് ജനങ്ങളെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ അപമാനിച്ചതെന്നും അവരോട് മാപ്പ് പറയണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है. വ്യക്തിപരമായി അധിക്ഷേപം ഉന്നയിക്കുകയും മഹാശിവന്റെ ഉൾപ്പെടെ ചിത്രങ്ങൾ സഭയിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്ത രാഹുലിനെ നിരവധി തവണ സ്പീക്കർ ഓം ബിർള വിമർശിച്ചു. माननीय सदस्यगण, इस सदन की एक गरिमा रही है और हमें संवाद चर्चा करते समय इस सदन की गरिमा को रखना चाहिए और ऐसी कोई भी आपत्तिजनक बात जो पूरे समाज के पर विषय हो, कम से कम प्रतिपक्ष के नेता को बोलते समय ध्यान रखना चाहिए. मैं इसको सीरियस तरीके से देखूंगा. പ്രതിപക്ഷ നേതാവ് ചട്ടങ്ങൾ പാലിച്ച് സംസാരിക്കണമെന്ന് സ്പീക്കറും രാഹുൽ അതിരുവിട്ട് അസത്യങ്ങളും അധിക്ഷേപ വാക്കുകളുമാണ് സഭയിൽ പറയുന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിമർശിച്ചു. ജനം, ഡൽഹി.